CPM അധ്യാപക സംഘടനാ നേതാവിന് പ്രമോഷൻ നൽകിയത് വീണ്ടും ചർച്ച ചെയ്യാൻ ചേർന്ന കേരള സർവകലാശാലയുടെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ വിസിക്കെതിരെ വാഗ്വാദവും ബഹളവും. അധ്യാപക സംഘടനാ നേതാവിന് അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നൽകിയത് സംബന്ധിച്ച് ഗവർണർ നൽകിയ കാരണം വിശദീകരിക്കൽ നോട്ടീസ് ചർച്ച ചെയ്യാൻ കൂടിയ കേരള സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗമാണ് ബഹളത്തിൽ കലാശിച്ചത്. കേരള സർവകലാശാലയിലെ CPM അധ്യാപക സംഘടനാ നേതാവും സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ എസ് നസീബിന്റെ പ്രമോഷൻ ഉത്തരവ് നടപ്പാക്കുന്നത് തടഞ്ഞ വിസിയുടെ റിപ്പോർട്ടിൽ ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് സിൻഡിക്കേറ്റിന്റെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. സിൻഡിക്കേറ്റ് അംഗത്തിന് പ്രമോഷൻ നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കേണ്ടതില്ലെന്നും ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് തള്ളിക്കളയുവാനും CPM മുൻതൂക്കമുള്ള സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. എന്നാൽ വിസിയും കോൺഗ്രസ് BJP പ്രതിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. സിൻഡിക്കേറ്റിന്റെ തീരുമാനം തടഞ്ഞുവെക്കാനോ ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യാനോ വിസിക്ക് അധികാരമില്ലെന്ന CPM അംഗങ്ങളുടെ നിലപാട് ഏറെ ഒച്ചപ്പാടിനും വാഗ്വാദത്തിനും ഇടയാക്കി. വിസിയുടെ നിലപാടിനെതിരെ പ്രമേയം അവതരിപ്പിക്കാനുള്ള CPM അംഗങ്ങളുടെ നീക്കം വിസി തടഞ്ഞു. UGC വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി കരാർ നിയമന കാലയളവ് പ്രൊമോഷനുള്ള അധ്യാപന പരിചയത്തിന് അംഗീകരിച്ചാൽ സർവകലാശാലയിലെ നിലവിലെ നിരവധി അധ്യാപകരുടെ പ്രൊമോഷനുകൾ മുൻകാല പ്രാബല്യത്തോടെ പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് എതിർത്ത അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായ സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കണമെന്നും BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെയോ UGCയുടെയോ വിശദീകരണം തേടണമെന്ന് കോൺഗ്രസ് അംഗം ആവശ്യപ്പെട്ടു. സംസ്കൃത സർവകലാശാലയിൽ കരാർ അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിച്ച കാലയളവ് കൂടി പരിഗണിച്ച് നസീബിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാൻ സിൻഡിക്കേറ്റ് നേരത്തെ തീരുമാനിച്ചുവെങ്കിലും UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രമോഷൻ അംഗീകരിക്കാതെ BC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഗവർണറുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയ്ക്ക് സമാനമായ ശമ്പളത്തോടു കൂടിയ മുൻകാല അധ്യാപന പരിചയം മാത്രമേ പ്രമോഷന് കണക്കാക്കാൻ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ. അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളത്തേക്കാൾ കുറഞ്ഞ വേതനത്തിലാണ് സംസ്കൃത സർവകലാശാലയിൽ നസീബിന്റെ താൽക്കാലിക നിയമനമെന്ന് സംസ്കൃത സർവകലാശാല അറിയിച്ചത് കാരണമാണ് സിൻഡിക്കേറ്റ് തീരുമാനം വിസി ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടത്. അതിനിടെ സിൻഡിക്കേറ്റ് തീരുമാനം നടപ്പാക്കാത്ത വിസിയുടെ നിലപാട് ചോദ്യം ചെയ്ത് ഡോക്ടർ നസീബ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ PVCയുടെ യോഗ്യത പ്രൊഫസർ പദവിയിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസറുടേതായി താഴ്ത്താൻ തീരുമാനിച്ചത് ഈ സംഘടനാ നേതാവിന് PVCയായി നിയമനം നൽകുന്നതിന് വേണ്ടിയാണെന്നും അതുകൊണ്ടാണ് UGC വ്യവസ്ഥ മറികടന്ന് പ്രമോഷൻ നൽകാൻ CPM അംഗങ്ങൾ നിലപാടെടുത്തതെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു. അതുകൊണ്ട് പ്രമോഷൻ തടയണമെന്നാവശ്യപ്പെട്ട് കമ്മിറ്റി ഗവർണർക്കും വിസിക്കും നിവേദനം നൽകിയിരുന്നു.